സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ റസൂലില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على رسول الله صلاة الله سلام الله على ياسين حبيب الله ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹ് ജമാഅത്തിന്റെ ശ്രേഷ്ഠത അറിയുമായിരുന്നെങ്കിൽ എത്ര പ്രയാസം കഴിച്ചിട്ടും ഏറ്റവും ഫ്രണ്ടില് ഓരോ ആളുകളും ഉണ്ടാകുമായിരുന്നു. നമ്മളെ ഈ മജ്‌ലിസ് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ 22 വർഷക്കാലമായി തുടർച്ചയായി നടന്നു വരുന്ന ഒരു കൂട്ടായ്മയുടെ സംഗമമാണ്. അല്ലാഹുവിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത്രയും കാലം ഇതിനു വേണ്ടി ഓടി നടക്കുകയും അംഗമാവുകയും സഹകരിച്ചു നിൽക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരൊക്കെ ചെയ്ത സുഹൃത്തുക്കളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു കുട്ടി അച്ഛനോട് വന്ന് പറഞ്ഞു, എന്റെ സുഹൃത്തുക്കളൊന്നും എന്നെ പരിഗണിക്കുന്നില്ല, ആരും എന്നെ സുഹൃത്തായി കൂട്ടുന്നില്ല, അവര് കളിക്കാൻ എന്നെ കൂട്ടുന്നില്ല എന്ന വലിയ സങ്കടം പറഞ്ഞ ആ കുട്ടിയുടെ മുമ്പിൽ പിതാവ് ഒരു സ്റ്റോൺ, ഒരു സ്ഫടിക ചെറിയ കല്ല് അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ കയ്യിൽ വെച്ച് പറഞ്ഞു, നീ അങ്ങാടിയിൽ ഇത് കൊണ്ടുപോയി നല്ല വില കിട്ടുന്ന ആൾക്ക് വിൽക്കണം, വിൽക്കാൻ പാടില്ല, വില എന്നോട് പറയണം, നമ്മൾ എതിര് ചെയ്തിട്ട് അത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി ഈ കല്ലുമായി അങ്ങാടിയിൽ പോയി. പല ആളുകളുണ്ട്, കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു കല്ലുണ്ട്, പലരും നോക്കുന്നു പോകുന്നു. അങ്ങനെ ഒരു സ്ത്രീ എന്ന് ചോദിച്ചത്, വിൽക്കാനുള്ളതാണോ, ഞാൻ ഇതിന്റെ വില എത്രയാണ്? ഉപ്പ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു, ആര് വില ചോദിച്ചാലും ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. വില നാവുകൊണ്ട് പറയുന്നത് കൈകൊണ്ട് ആങ്ങി അങ്ങനെ കാണിക്കണമല്ലോ. കുട്ടി അതേപോലെ ആ സ്ത്രീക്ക് വില കാണിച്ചു കൊടുത്തു. ഇങ്ങനെ അപ്പോ വേഗം സ്ത്രീ പറഞ്ഞു, 20 രൂപയാണ്. 20 ഇതിന്റെ വില, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കല്ലാണ്, ഞാനും വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഉപ്പയോട് ചോദിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ആ കുട്ടി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഉപ്പാട് പറഞ്ഞു, ഒരാള് എന്നെ സമീപിച്ചു, അയാളോട് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ വില ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ അയാൾക്കത് വിൽക്കട്ടെ. അപ്പൊ പിതാവ് പറഞ്ഞില്ല, ആയിട്ടില്ല, നീ നാളെ ഒരു മ്യൂസിയത്തിൽ പോകണം, നമ്മുടെ അടുത്തുള്ള മ്യൂസിയത്തിൽ പോകണം, അവിടെ ചെന്ന് ഈ കല്ല് പ്രദർശിപ്പിക്കണം, ഇനിയും നിന്നെ തേടി ആളുകൾ വരും. അപ്പൊ വരുമ്പോ ഇതേപോലെ തന്നെ കൈകൾ ഉയർത്തിയിട്ട് നീ അവരോട് അതിന്റെ വില കാണിച്ചു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ പോലെ കുട്ടി രണ്ടാമത്തെ ദിവസം മ്യൂസിയത്തിലെത്തുന്നു. കല്ലിനായി ഒരു വൃദ്ധൻ അടുത്തേക്ക് വരുന്നു. ഇതിന്റെ വില ചോദിച്ച സമയത്ത് ഇതേപോലെ വില പറഞ്ഞിരുന്നു. അപ്പൊ ആ വൃദ്ധൻ പറഞ്ഞത് 200 രൂപയാണോ, എങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കല്ലാണ്, ഞാനത് വാങ്ങിക്കാം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് കുട്ടി മടങ്ങി നിന്ന് പിതാവിനോട് പറഞ്ഞു, ഇനി മറ്റൊരു അനുഭവമാണ് ഉണ്ടായത്. എന്നോട് 200 രൂപയാണ്, 200 ഇതിന്റെ വില പറഞ്ഞത്, അദ്ദേഹത്തിന് ഞാൻ ഈ കല്ല് വിൽക്കാനായിട്ടുണ്ടോ എന്ന് പിതാവിനോട് ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞു, ആയിട്ടില്ല, ഞാൻ പറയുമ്പോ വിൽക്കാം. അടുത്ത ദിവസം പിതാവ് നിർദ്ദേശിച്ചത് തൊട്ടടുത്തുള്ള കല്ല് കച്ചവടം നടത്തുന്ന ഒരു ഷോപ്പിലേക്ക് പോകാനാണ്. അങ്ങനെ കുട്ടി അവിടേക്ക് പോയി. അവിടെ നിന്ന് പല ആളുകളും കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കല്ല് ശ്രദ്ധിക്കുന്നുണ്ട്, അവിടുത്തെ കല്ലുകളെയും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആൾ ഈ കുട്ടിയുടെ കയ്യിലെ
കല്ലിന്റെ വില ചോദിച്ചു. അപ്പോ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പൊ 2000 ആണോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട, ഒരുപാട് കാലമായി ഞാൻ ഇങ്ങനെ ഒരു കല്ലിന് വേണ്ടിയിട്ട് നടക്കുന്നു. ഈ കല്ല് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കത് വേണം, 2000-ന് ഞാൻ അത് നിന്നിൽ നിന്ന് വാങ്ങിക്കോളാം. കുട്ടി പറഞ്ഞു, പിതാവിനോട് പറയണം. പറഞ്ഞ് പിതാവ് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ കല്ല് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യവും പിതാവിനോട് തോന്നു പറഞ്ഞപ്പോ പിതാവ് പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഇതുപോലെയാണ് നമ്മളൊക്കെ. നമുക്ക് നമ്മുടേതായ വിലകളുണ്ട്. നമ്മുടെ വിലയും നിലയും നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് പ്രദർശിപ്പിക്കേണ്ട ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ സ്വമേധയാ അവരെല്ലാം നമ്മിലേക്ക് അടുത്തു വരും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഇങ്ങനെയായിരിക്കണം നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് ആ നല്ല പിതാവ് പറഞ്ഞ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. നാം പല ആളുകളോടും പല രൂപത്തിലുള്ള ബന്ധങ്ങളുമുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ വില ഇടിയുന്ന ആളുകളിലേക്ക് പോകാതെ നമ്മെ ആരൊക്കെയാണോ വില കാണുന്നത് അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റും, അതല്ലാതെ നമ്മുടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ആളുകളെ പിന്നാലെ കൂടി അവരുടെ തോളിൽ കൈവച്ച് നടക്കാതെ നമുക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കുന്ന ആളുകളോടൊപ്പം നമ്മൾ ചേരാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മൾ കൂട്ടുകൂടുമ്പോ നമ്മൾ നല്ല ചങ്ങാതിയെ തിരഞ്ഞെടുക്കണം. ഈ അള്ളേരിന്റെ പ്രദേശത്ത് മുക്കുമൂലകളിൽ ഒരുപാട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നല്ല കേന്ദ്രങ്ങളുണ്ട്. അവിടെ നല്ല നല്ല നമ്മുടെ ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാം നാം തേടിയെത്തുകയും അവരോടൊപ്പം എല്ലാ നന്മകളിലും നമ്മൾ വ്യാപൃതരാകണം എന്ന് ആമുഖമായി നിങ്ങളെ ഉണർത്തി. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ നല്ല ഒരു കൂട്ടായ്മയുടെ കീഴിലാണ്. നേരത്തെ ഞാൻ പരാമർശിച്ച പോലെ നല്ല ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി നല്ല രൂപത്തിൽ സാമ്പത്തികപരമായി മുന്നോട്ട് പോകുന്ന നല്ല ഒരു കൂട്ടായ്മയാണ് ബിസ്മിയുടേത് എന്ന് മുന്നേ അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇങ്ങനത്തെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ വർഷമാണ് അത് ഭാഗ്യം ലഭിച്ചത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നല്ലപോലെ നമ്മൾ ഇത് കൊണ്ടുപോയാൽ ഒരുപാട് നന്മകൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും. അതൊക്കെ പാടെ നമുക്ക് ഇവിടെ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. ഒരു ചെറിയ അനുഭവം. ഞാനിവിടെ ഒരു 15 വർഷമായി പരിചയമുള്ള നല്ല ഒരാള് എന്ന് പറഞ്ഞാൽ ഒരു വഖത്തും നിസ്കാരം ഖളാ ആക്കാത്ത നല്ല ഒരു വ്യക്തി. എനിക്കറിയാം, എന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു കോൾ എനിക്ക് വരികയാണ് അദ്ദേഹത്തെ കുറിച്ച്. ഒരു സാമ്പത്തികമായ ഇടപാട് അദ്ദേഹം നടത്തിയിരുന്ന ഇതേപോലത്തെ നല്ല ഒരു സാമ്പത്തികമായ വിഷയത്തിൽ എല്ലാവരും എസ് വെക്കുന്ന ആളാണ്. 100 പ്രാവശ്യം എസ് വെക്കുന്ന ആളാണ്. പക്ഷെ അയാൾക്കെതിരെയാണ് എനിക്ക് കോള് വന്നത്. ഞാൻ അദ്ദേഹവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോ നമ്പർ കൊടുത്ത് എന്നെ വിളിച്ചത്. നമ്മൾ അതിൽ ഇടപെട്ട് നോക്കുമ്പോൾ വലിയ പ്രയാസമാണ് അതിന് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയാൽ നടക്കുകയില്ല. കാരണം നമുക്കൊക്കെ നല്ല അഡ്രസ് ഉണ്ട്, ആ അഡ്രസ് കളയാൻ ഇത് എമ്പാടും മതി എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഞാൻ ഇതിവിടെ ഓർമ്മപ്പെടുത്തിയത് നേരത്തെ ഉദാഹരണത്തിൽ സഖാഫി ഉസ്താദ് പറഞ്ഞു, സാമ്പത്തികപരമായി നല്ല ശുദ്ധതയോടുകൂടെ ഉള്ള ഒരു കൂട്ടായ്മ, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പല ഇടങ്ങളിലും പറ്റിക്കപ്പെടുകയും അതല്ലെങ്കിൽ നാം നല്ലതാണ്, ഹലാലാണ്, അനുവദനീയമാണ് എന്ന രൂപത്തിൽ നാം ചേരുന്നതൊക്കെ പിന്നീട് നമുക്ക് കിട്ടുന്ന അതിന്റെ ഔട്ട്പുട്ട് അതൊക്കെ ഹറാമായിരുന്നു, കള്ളത്തരമായിരുന്നു എന്നൊക്കെയാണ്. അല്ലാഹു തആല അത്തരം വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബാണ്, നമുക്കറിയാം. മഹാന്മാരെ മുന്നോട് പറഞ്ഞു, റജബ് റമദാനിന്റെ മുന്നോടിയായ ശഅബാനിനും മുന്നുള്ള ഒരു മാസമാണ്. ഈ മാസത്തിലാണ് നന്നായി നമ്മുടെ ഹൃദയങ്ങളൊക്കെ നല്ല വിളവ് നടാൻ മാത്രം, വിത്ത് വിതക്കാൻ മാത്രമുള്ള മനസ്സിന്റെ ഉടമകളാക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ്. 10-11 മാസക്കാലം കഴിഞ്ഞ റമദാനിന് ശേഷം നാം സുഭിക്ഷമായി ഭക്ഷിക്കുകയും വികാരവിചാരങ്ങളെ
നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്ത ഒരു സമയത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബിന്റെ മഹത്വം ഓതി. വളരെ ശുദ്ധമായ ഈ പരിശുദ്ധ റജബ് ഒരു അക്രമത്തിനും നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. ഇത്രയും വലിയ പരിശുദ്ധമായ ഒരു റജബ്, ഈ റജബിൽ ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത വലിയ പ്രത്യേകതകളുണ്ട്. ഇതിന്റെ വലിയ പ്രത്യേകതയായി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ റജബിൽ അല്ലാഹു തആല ഒരുപാട് മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണ്. അതിലൊക്കെ അല്ലാഹു തആല നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മളെ സഹായിക്കുന്നവരെയും മാതാപിതാക്കളെയും മരണപ്പെട്ടു പോയവരെയും ഒക്കെ അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോ ഈ പരിശുദ്ധമായ റജബിൽ നമ്മുടെ ഹൃദയങ്ങളൊക്കെ നല്ല വിളവിന് പറ്റുന്ന രൂപത്തിൽ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളായ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കുക, മാപ്പാക്കുക, മാപ്പ് ചോദിക്കുക, ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ സ്ഫുടമാക്കുകയും നല്ല നല്ല വിത്തുകൾ, നല്ല ഇബാദത്തിന്റെ ശീലങ്ങൾ, നമ്മുടെ ഓർമ്മയിലുള്ള നമ്മൾ പഠിച്ചു വെച്ച നമുക്കറിയുന്ന ചെറിയ ചെറിയ ഇബാദത്തുകളൊക്കെ അതൊക്കെ ശീലിച്ച് അതിനെ വിത്ത് വിതക്കുന്നത് പോലെ അതിലൊക്കെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി, അങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെയാണ് എന്റെ സമയങ്ങൾ, ഇങ്ങനെയാണ് ഞാൻ ചെലവഴിക്കേണ്ടത്, അങ്ങനെയല്ല എന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ക്ലിയർ ചെയ്ത്, അതുപോലെ തന്നെ ശഅബാനാകുമ്പോ അതിന് വേണ്ടതായ വെളിച്ചവും വെള്ളവും നമ്മൾ നൽകി നന്നായി പാകപ്പെടുത്തി പരിശുദ്ധ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിലേക്ക് അടുപ്പിച്ചു തരുമാറാകട്ടെ. ആ വലിയ പരിശുദ്ധ റമളാനിനെ പുൽകാനുള്ള സുന്ദരമായ സ്ഫുടമായ ഹൃദയത്തിന്റെ ആളുകളായി അതിനെ സ്വീകരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കുറെ നമ്മുടെ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ, മഹത്വമായ സമയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നാം പഠിച്ചെടുത്ത ദീനീ പാഠങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ട സമയമാണ്. അല്ലാഹു തആല നന്നായി പരിശുദ്ധമായ ഈ മാസങ്ങളെ നന്നായി കാണാനും അതിന്റെ മഹത്വം അനുസരിച്ച് നമ്മുടെ മനസ്സ് അതിലേക്ക് ചേർത്ത് വെക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല സമ്പാദ്യമുള്ള ആളാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, കുലു മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലതിനെ നിങ്ങൾ ഭക്ഷിക്കുകയും, നല്ലതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. വഷ്കുറുല്ലാഹ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അല്ലാഹുവിനെ നമ്മൾ ആരാധ്യനായി നാം കാണുന്നുവെങ്കിൽ അല്ലാഹുവിന് അതിന്റെ പേരിൽ നന്ദി ചെയ്യുകയും ചെയ്യുക. നല്ല സമ്പാദ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നല്ല സമ്പാദ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമത് റിബ, നമുക്ക് അല്ലാഹു തആല കച്ചവടത്തെ ഹലാലാക്കി അനുവദനീയമായ ഒരു ക്രയവിക്രയമായി അല്ലാഹു നമുക്ക് നൽകി. വഹറമത് റിബ, അല്ലാഹു വഞ്ചനയുടെ, ആളുകളെ പറ്റിക്കുന്ന, ആളുകളെ പ്രയാസപ്പെടുത്തുന്ന, നമ്മെ മുഴുവനും കാർന്നു തിന്നുന്ന വലിയ വിഭക്തായ പലിശയിൽ നിന്ന്, ചൂതാട്ടങ്ങളിൽ നിന്ന്, പറ്റിക്കപ്പെടുന്ന ക്രയവിക്രയങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സമ്പാദ്യം ഉണ്ടാകുക എന്നുള്ളത്, ആഗ്രഹിക്കുക, അത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്വാലിഹായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകേണ്ടത്. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഡ്രസ്സൊക്കെ നന്നായി ഇട്ട് നിങ്ങളുടെ പരിചയം വാളൊക്കെയായി നിങ്ങൾ നന്നായി ഒന്ന് ഒരുങ്ങി വരണം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ രൂപത്തിൽ, നല്ല രൂപത്തിൽ അദ്ദേഹം വസ്ത്രമൊക്കെ അണിഞ്ഞു. ഒരു യുദ്ധത്തിന്റെ പ്രതീതിക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുകയാണ്. നന്നായി ഒന്നിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി അവിടുന്ന് ദൃഷ്ടി താഴ്ത്തി. എന്നിട്ട് അവിടുന്ന് വുളൂ വിരമിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു യുദ്ധം ചെയ്ത് നല്ല ഗനീമത്തൊക്കെ നിങ്ങൾ കിട്ടി,
അങ്ങനത്തെ ഒരു ആഗ്രഹത്തെ നിങ്ങൾക്ക് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ധനത്തോട് ഉപമിച്ച് അള്ളാഹുവിന്റെ റസൂല് എനിക്ക് ഈ ഇസ്ലാമിലേക്ക് വന്ന എനിക്ക് ധനവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ആഗ്രഹിക്കുന്നതും ഞാനും ഇഷ്ടപ്പെട്ടതും അത് ഇസ്ലാമിനെയാണ്. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും അവിടുത്തെ ഒരു സേവകനായി മാറാനാണ്. അങ്ങ് എന്താണോ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. സമ്പാദ്യം കൊതിച്ചിട്ടല്ല. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിൽ പങ്കെടുത്തു, അങ്ങനെ ഗനീമത്തൊക്കെ കിട്ടിയ ഒരു വലിയ ധനാഢ്യനായി മാറാനല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, യാ ഉമർ, നിഅമൽ മാലു സ്വാലിഹ് ലിൽ മർഇ സ്വാലിഹ്. ഉമറെ, നല്ല വ്യക്തികൾക്ക് നല്ല സമ്പാദ്യം അത് ആഗ്രഹിക്കപ്പെടേണ്ടതാണ്. നല്ല ആളുകൾ അങ്ങനെ ആഗ്രഹിക്കണം എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓ മനുഷ്യരെ, ഓ ജനങ്ങളെ, ഓ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആശ്രിതരെ അവർക്ക് ഒന്നും ലഭിക്കാത്ത രൂപത്തിൽ നിങ്ങൾ സമൂഹത്തിൽ അവരെ ഇട്ടേച്ചു പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അവർക്കുള്ള സമ്പാദ്യം നിങ്ങൾ കരുതി വെക്കലാണ് ഖൈർ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതിന്റെ പേരിലാണ് നമ്മുടെ പ്രയാസങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള സമയത്ത് ആ പ്രയാസങ്ങളെ എങ്ങനെ നമ്മൾ കണ്ടെത്തും, അതിനെ ആ വിടവ് എങ്ങനെ നികത്തും എന്ന് നമുക്ക് ചിന്തിക്കുമ്പോഴാണ് അൽഹംദുലില്ലാഹ് ഈ നല്ല പ്രവാസ മണ്ണിലേക്ക് പോരാനുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് അല്ലാഹു തആല അവൻ അനുഗ്രഹമായി നമുക്ക് നൽകിയത്. പല ആളുകളുടെയും ദുആ, നമ്മുടെ തേട്ടത്തിന്റെ പരിണിത ഫലം, ഇതിന്റെ ഒക്കെ പേരിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ ജോലികളിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ ജോലിയിൽ അനുഭവിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന, നമ്മുടെ സാമ്പത്തികപരമായി നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ തേട്ടങ്ങളൊക്കെ ഖൈറുള്ളത് അല്ലാഹുവിനോട് നിരന്തരം ചോദിച്ചു വാങ്ങാനുള്ള ഒരു മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അടിമക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം, അത് ആ അനുഗ്രഹം ആ അടിമയിലൂടെ പ്രകടമായി കാണാൻ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്, നമ്മളിലുണ്ട് സമ്പാദ്യം, പക്ഷെ അത് നമ്മൾ കാണിക്കാത്ത രൂപത്തിൽ ആർക്കോ വേണ്ടി നമ്മൾ അനുഭവിക്കാതെ അല്ലെങ്കിൽ കുടുംബം അനുഭവിക്കാതെ അതിങ്ങനെ സ്വരൂപിക്കുക എന്നുള്ളത് അല്ല വേണ്ടത്. മറിച്ച് നമുക്ക് നമ്മുടെ സമ്പാദ്യം അനുസരിച്ചുള്ള ഒരു അനുഗ്രഹം നമ്മളിൽ കാണുക എന്നത് അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്, ചില ആളുകളൊക്കെ വരുന്ന സമയത്ത് ഉസ്താദെ ദയക്കണട്ടാ, നാളെ ഗൾഫില് പോവാണ്, എനിക്ക് കുറെ കടങ്ങളുണ്ട് ട്ടാ, ആ പ്രയാസമുണ്ട്, ഈ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കയറി വരുന്ന ആളുകള് പിന്നെ ഇവിടെ വന്നിട്ട് സമ്പാദ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 10ന്റെ കാശ് ഉണ്ടാകുന്ന സമയത്ത് അവന്റെ പിറകിലേക്ക് അവർ നോക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ അവർക്ക് ചിലപ്പോൾ സാധിക്കുകയില്ല. അത്രയും തിരക്കാവും. ഖുർആൻ പറഞ്ഞതുപോലെ നമുക്ക് ധനവുമായി രൂപണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ തിരക്കിലായിരിക്കും. എനിക്ക് അതിന് തിരക്കില്ല, ഇതിന് ഇല്ല, മഹ്ളറ ഉണ്ട് നാളെ എന്ന് വന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറയുമ്പോ നാളെ ഒരു നല്ല മജ്‌ലിസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കേരള യാത്ര നടക്കുകയാണ്. ഇന്ത്യയിൽ നാട്ടിൽ മുഴുവനും അതിന്റെ അലയലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമസ്തയുടെ 100 വർഷത്തിന്റെ പ്രകാശങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന നല്ല നല്ല വേദികളാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർക്ക് നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. ഈ സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം നൽകി ആവശ്യമുള്ളവരുടെ കരങ്ങളിൽ ഈ മഹാ കരുത്ത് ഏൽപ്പിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു
നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രവർത്തനങ്ങൾ ഉസ്താദവറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നാം അതിന്റെ പിന്നാലെയാണുള്ളത്. അലൈനിന്റെ വിവിധ ഭാഗങ്ങളിൽ 29 കേന്ദ്രങ്ങളിൽ കേരള യാത്രയുടെ ആ ഉണർത്തു യാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും അത് അറിയുമ്പോ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അതിലൊക്കെ ആ മജ്‌ലിസിലൊക്കെ വന്ന് ഉസ്താദ് അവറുകളുടെയും സമസ്തയുടെയും ഈ 100 വർഷത്തെ അനുഭവങ്ങൾ അതിൽ പങ്കുവെക്കുമ്പോ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മളൊക്കെ ചെറിയ മനസ്സ് കാണിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെയൊക്കെ ദുആ ചെയ്ത് വളരെ നല്ല രൂപത്തിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ജോലി ചിലപ്പോ വന്ന ജോലിയാവൂല 2 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാ ആളുകൾക്കും നമ്മുടെ ആഗ്രഹം പോലെ നമുക്ക് അള്ളാഹുവിനെ മറക്കാത്ത രൂപത്തിലുള്ള എല്ലാ ഉയർച്ചയും നമ്മുടെ ജോലികളിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ 16 വർഷം മുമ്പ് വന്നാണ്. അന്ന് മേടിക്കുന്ന ശമ്പളമല്ല ഇന്ന് മേടിക്കുന്നത്, അന്ന് ചെയ്യുന്ന ജോലിയല്ല ഇന്ന് ചെയ്യുന്നത്. മാറ്റങ്ങളുണ്ട്. നമുക്ക് മാറ്റം ആഗ്രഹിക്കണം. ഓരോ ആളുകളും മാറ്റം ആഗ്രഹിക്കണം. SSLC കഴിഞ്ഞ ആള് എങ്ങനെങ്കിലും +2 അത് എഴുതിയെടുത്ത് എങ്ങനെങ്കിലുമൊക്കെ അതിൽ വിജയിക്കാൻ ശ്രമിക്കണം. നമ്മൾ ചെറിയ സർട്ടിഫിക്കറ്റ് ഉള്ളത് കുറച്ചും കൂടെ ഉയർന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള അതിനുള്ള എല്ലാവിധ പദ്ധതികളും അൽഹംദുലില്ലാഹ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴ്ഘടകമായി ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ICFന്റെ കീഴിൽ ഗ്ലാഡ് എന്ന ഒരു പദ്ധതി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് പല കോഴ്സുകളും ചെയ്യാനുള്ള, നമുക്ക് കൈത്തൊഴിലുകൾ പഠിക്കാനുള്ള, അങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ വ്യാപ്തിയുള്ള എഡ്യൂക്കേഷൻ പദ്ധതി അത് മർക്കസിന്റെയും ഒക്കെ പിന്തുണയോടുകൂടെ ഇവിടെ ICF നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം പദ്ധതികളെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിലെ നിങ്ങൾ അറിയുന്ന ICF-മായി ബന്ധപ്പെട്ട പ്രവർത്തകരെ ബന്ധപ്പെട്ടാൽ അതിന്റെ കോണ്ടാക്ട് ഒക്കെ നൽകുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് നമ്മളെ നിലയും നിലവാരവും ഒക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു പിറകോട്ട് ജമാഅത്ത് ഒഴിവാക്കുന്ന ആളുകളാകാൻ പാടില്ല. പറഞ്ഞു വന്നത് നമ്മളെ സമ്പാദ്യവും സ്റ്റേജും ഒക്കെ മാറുമ്പോ അല്ലാഹുവിനുള്ള ഈമാനും തഖ്വയും ഒന്നും കുറഞ്ഞു പോകാൻ പാടില്ല, ഒട്ടും കുറയാൻ പാടില്ല. നമ്മളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വക്താക്കളാണ്. നമ്മളൊക്കെ എണീറ്റ് നിന്നാൽ നമ്മുടെ നെരിയാണിക്ക് താഴെ നമ്മുടെ വസ്ത്രങ്ങൾ ഊരിപ്പോകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളോടൊക്കെ പറയുന്നത് പോലെ നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് പൊക്കിളിൽ തന്നെ നമ്മുടെ അരക്കെട്ട് വേണം. അങ്ങനത്തെ ഒരു സമ്പ്രദായം നമുക്ക് വേണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോ പരമാവധി നമ്മുടെ പോക്കറ്റിൽ കരുതിയ ഒരു ടവലെങ്കിലും നമ്മുടെ കീശയിൽ നമുക്ക് വേണം. കാരണം അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വളർന്നു വന്നത്. അതൊന്നും മറക്കാതെ നിസ്കാരവും അതുപോലത്തെ നല്ല നല്ല മുറകളൊന്നും മറക്കാതെ നമ്മൾ ജീവിക്കണം. പലപ്പോഴും പല ആളുകളും ഈ വഴിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കയറി വന്ന ആളുകള് സമ്പാദ്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ തെളിച്ചു പോകാറ് ഇങ്ങനെയാണ്. പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമാണ് നമ്മുടെ ഈമാൻ തന്നെ തെളിക്കാൻ കാരണമാകുന്ന വാക്കുകള്, പ്രവർത്തനങ്ങള് എല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അല്ലാഹു തആല അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നിസ്കാരം അടക്കമുള്ള നല്ല നല്ല കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ നിലനിർത്തി നല്ല രൂപത്തിൽ ഏതിലൊക്കെ ചേരാൻ കഴിയും, എന്തിലൊക്കെ ചേരാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ക്രയവിക്രയങ്ങൾ അല്ലാഹു തആല കച്ചവടം നമുക്ക് ഹലാലാക്കി. ഇപ്പൊ പല ബിസിനസ്സുകളും ഉണ്ട്. ചിലപ്പോ എന്നെ പോലത്തെ തലയിൽ കെട്ടിയ ആളെന്നെ ആവും നിങ്ങളെ വിളിക്കുന്നത്. പല ബിസിനസ്സുകളും അതൊക്കെ നമ്മൾ അറിയുന്ന, നമ്മൾക്ക് വിശ്വാസമുള്ള നല്ല നല്ല ഉസ്താദുമാരെ ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്താൽ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന രൂപത്തിലൊക്കെ നമ്മൾ ചോദിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാൻ. നമുക്ക് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഉസ്താദുമാരും നമ്മളൊക്കെ ആയിട്ട് നേടിയെടുത്ത വിജ്ഞാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്ഥാനമനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ, ഹലാല് നമ്മൾ തേടിയാൽ അത് നിങ്ങൾക്ക് വളരെ വളരെ നല്ല രൂപത്തിൽ നമുക്ക് കുറച്ചൊക്കെ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് പോകാൻ കഴിയും. പറഞ്ഞു വന്നത് അവിടെ ഇവിടെയുള്ള ബിസിനസ്സും മറ്റതും അതും ചാടാതെ
ഇട്ടാൽ അങ്ങനെയാണ് ഡംബരത്തിടെ ആളുകൾക്ക് ഇപ്പൊ ആള് എഴുന്നു കൊടുത്തങ്ങോട്ട് വരണം. ആ രൂപത്തിൽ പല ബിസിനസ്സുകളും ഉണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്തിന് ഒരു അസോരിയുണ്ട്. അദ്ദേഹം ഒരു ഓൺലൈൻ ബിസിനസ്സിൽ കുടുങ്ങി. എങ്ങനെ പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു മാസം അത് തിരിച്ചു വരുന്നു. ഈ ഒരു രൂപത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ മൈൻഡ് ഉള്ളത്. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലെത്തിയപ്പോൾ വലിയ ചർച്ചയായി. അപ്പൊ നോക്കുമ്പോ അതിന്റെ അടിസ്ഥാനം നോക്കുമ്പോ അതിന് യാതൊരു അഡ്രസ്സും ഇല്ല. അഡ്രസ് ഇല്ലാത്ത ബിസിനസ് ഒന്നും നമുക്ക് പറ്റില്ല. ഇപ്പൊ ഉള്ള എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. തീരെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചേരുന്നതും കൂടുന്നതുമായ ബിസിനസ്സുകളിൽ, ക്രയവിക്രയങ്ങളിൽ അത് അള്ളാഹു പൊരുത്തപ്പെടുന്നതാണോ അല്ലേ എന്ന് ചിന്തിച്ചേ ചേരാൻ പാടുള്ളൂ. പ്രത്യക്ഷമായി നമുക്ക് ചിലപ്പോ തോന്നും, നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചാല് ചിലപ്പോ അത് ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്തെങ്കിലും നമ്മൾ സമ്പാദ്യം മുടക്കുകയാണല്ലോ. വിവരമുള്ള ആളുകളോട്, അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നമ്മൾ ചോദിച്ച് നന്നായി അതിന്റെ വശങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചേരാവൂ എന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ഒരാള് വരികയാണ്, ഒരു അഅറാബി വരികയാണ്. എന്നിട്ട് അയാൾ പറയാണ്, യാ ഉമറൽ ഖൈറൽ ജുസീക്കൽ ജന്ന. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് എല്ലാ ഖൈറും ഉണ്ടാകട്ടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, എന്റെ കുടുംബത്തെ നിങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങളിങ്ങനെ വന്ന് നിങ്ങളെ കുടുംബത്തെ പരിഗണിക്കണം എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഖ്സാമ ബില്ലാഹി വകുല്ലനാ ഫീ റസമാനി ജുന്ന അഖ്സാമ ബില്ലാഹി ലാ തഫഅലന്ന എന്ന് പറഞ്ഞ് അദ്ദേഹം അല്ലാഹുവിന്റെ മുമ്പിലുള്ള ഉമറേ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് യാചിച്ചത് അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുമ്പോ ആ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പിന്മാറുക എന്ന ഒരു വാചകം അദ്ദേഹം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണും കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീര് വന്ന് അദ്ദേഹത്തിന്റെ താടി മുഴുവനും നനഞ്ഞു. അദ്ദേഹം വീട്ടിലേക്ക് ഓടിപ്പോയി. അദ്ദേഹത്തിന്റെ മെയ്ക്കിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചു. ഒന്നും കിട്ടിയില്ല. ഒരു കുട്ടിയോട് പറഞ്ഞു, ഓ മോനെ, എന്റെ ഈ കമീസ് ആ പാവപ്പെട്ട മനുഷ്യന് നിങ്ങൾ നൽകണം. ഉമർ ഒന്നും ഈ സമയത്ത് നിൽക്കാക്കിയിട്ടില്ല. ഇതല്ലാതെ അല്ലാഹു മുമ്പിലുള്ള ആ ചോദ്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ എന്റെ ഈ കമീസ് അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് കണ്ണ് നനഞ്ഞെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സമ്പത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ നിന്നാണ് നീ അത് സമ്പാദിച്ചത്? നിനക്ക് ഞാൻ സമ്പാദ്യം നൽകിയപ്പോ നീ അത് എന്തിനാണ് ചെലവഴിച്ചത് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളെയും അറിയുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെ നാവ് ചലിക്കുകയില്ല. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അല്ലാഹു നമുക്ക് നൽകിയ, നാവിന് നൽകിയ സംസാര ശേഷി അല്ലാഹു ശീലിവെച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ സംസാരിക്കുന്ന ഒരു സമയം കൊണ്ട്, നമ്മുടെ കരങ്ങൾ സംസാരിക്കുന്നതിന് വിറ്റ്നസ് നിൽക്കുന്ന രണ്ട് കാലുകൾ നമുക്കുണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ എന്നുള്ള വിചാരം ഏത് ക്രയവിക്രയങ്ങളിലും നമ്മൾ ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി റബ്ബ് തആല നമ്മുടെ ഈ കൂട്ടായ്മ ഇതിന്റെ പേര് പോലെ തന്നെ അല്ലാഹുവിന്റെ വലിയ സഹായം ഉണ്ടാകുന്ന, ഒരുപാട് നന്മകൾ ചെയ്യാൻ കാരണമാകുന്ന നല്ല ഒരു കൂട്ടായ്മയായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.